തിമോത്തിയോസിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: നിർമ്മലനായി കാത്തുകൊള്ളേണ്ടതിന് പൗലോസ് തിമോത്തിയോസിന് കൊടുത്ത 2 നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ഇതാണ്: പാപങ്ങൾ, സൽപ്രവർത്തികൾ. 1 തിമോത്തിയോസ് 5:24-25 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: പാപികളിൽ ഒന്നാമൻ ശേഷം ഒന്നാമൻ എന്തിനാണ്? ഉത്തരം: സകല ദീർഘക്ഷമയിലും. 1 തിമോത്തിയോസ് 1:15-16 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: വിശ്വസ്തനായി എന്നെ കണ്ടു ആരെയാണ്? ഉത്തരം: ക്രിസ്തുയേശു പൗലോസിനെ. 1 തിമോത്തിയോസ് 1:12. അടുത്ത ചോദ്യം: ദൈവഭക്തിയുടെ മർമ്മം എല്ലാവർക്കും സമ്മതിക്കത്തക്കവണ്ണം എന്താകുന്നു? ഉത്തരം: വലിയത്. 1 തിമോത്തിയോസ് 3:16. അടുത്ത ചോദ്യം: ശുശ്രൂഷകന്മാർ ശുദ്ധമായ മനസാക്ഷിയിൽ വയ്ക്കേണ്ടത് എന്താണ്? ഉത്തരം: വിശ്വാസത്തിൻ്റെ മർമ്മം. 1 തിമോത്തിയോസ് 3:9. അടുത്ത ചോദ്യം: പൗലോസ് തൻ്റെ പുത്രനായ തിമോത്തിയോസിനെ ഏൽപ്പിച്ചത് എന്താണ്? ഉത്തരം: ആജ്ഞ. 1 തിമോത്തിയോസ് 1:18. അടുത്ത ചോദ്യം: ദുഷ്ടന്മാർക്കായി എഴുതപ്പെട്ടിരിക്കുന്നതും ന്യായമായി കൈകാര്യം ചെയ്താൽ നീതിമാന് നല്ലത് തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നതും എന്താണ്? ഉത്തരം: ന്യായപ്രമാണം. 1 തിമോത്തിയോസ് 1:10-8 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: വിശ്വാസികളുടെ മുന്നിൽ വെച്ച് ഭയത്തിനായി ശാസിക്കേണ്ടത് ആരെയാണ്? ഉത്തരം: പാപം ചെയ്യുന്നവരെ. 1 തിമോത്തിയോസ് 5:20. അടുത്ത ചോദ്യം: വ്യർത്ഥവാദം കൊണ്ടുവരുന്നത് ആരാണ്? ഉത്തരം: അന്യഥ ഉപദേശിക്കുന്നവൻ. 1 തിമോത്തിയോസ് 6:5-3 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: സൽപ്രവൃത്തികളിൽ സമ്പന്നനാകണമെന്ന് പൗലോസ് പറഞ്ഞത് ആരോടാണ്? ഉത്തരം: ധനവാന്മാരോട്. 1 തിമോത്തിയോസ് 6:17. അടുത്ത ചോദ്യം: സകലത്തിലും പ്രയോജനമുള്ളത് എന്താണ്? ഉത്തരം: ദൈവഭക്തി. 1 തിമോത്തിയോസ് 4:8. അടുത്ത ചോദ്യം: യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ പ്രമാണിക്കേണ്ടത് എന്താണ്? ഉത്തരം: കൽപ്പന. 1 തിമോത്തിയോസ് 6:13. അടുത്ത ചോദ്യം: സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കേണ്ടത് ആരാണ്? ഉത്തരം: അധ്യക്ഷൻ. 1 തിമോത്തിയോസ് 3:4. അടുത്ത ചോദ്യം: സാത്താനെ അനുഗമിച്ചത് ആരാണ്? ഉത്തരം: ഇളയ വിധവമാർ. 1 തിമോത്തിയോസ് 5:11-15 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: പൂർണ്ണ അനുസരണത്തോടും കൂടെ പഠിക്കട്ടെ ആരാണ്? ഉത്തരം: സ്ത്രീ. 1 തിമോത്തിയോസ് 2:11. അടുത്ത ചോദ്യം: സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി കരുതാത്തവൻ ആരാണ്? ഉത്തരം: അധമൻ. 1 തിമോത്തിയോസ് 5:8. അടുത്ത ചോദ്യം: ശിക്ഷാവിധിയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടത് ആരാണ്? ഉത്തരം: പുതിയ ശിഷ്യൻ. 1 തിമോത്തിയോസ് 3:6. അടുത്ത ചോദ്യം:
വേലക്കാരന് തുല്യമായി പറയുന്നത് എന്താണ്? ഉത്തരം മെതിക്കുന്ന കാള. 1 തിമോത്തിയോസ് 5:18. അടുത്ത ചോദ്യം, നിർമ്മലനായി തന്നെ കാത്തുകൊള്ളേണ്ടതിന് തിമോത്തിയോസിന് ലഭിച്ച 2 നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ഒന്നാമത്തത്, യാതൊരുത്തൻ്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത്. 2, അന്യരുടെ പാപങ്ങളിൽ ഓഹരിക്കാരൻ ആകരുത്. 1 തിമോത്തിയോസ് 5:22. അടുത്ത ചോദ്യം, സത്യം വിട്ടുതെറ്റി സഞ്ചരിച്ച് ദുരുപദേശം പ്രചരിപ്പിച്ചവർ ആരെല്ലാമാണ്? ഉത്തരം ഹുമനയോസും ഫിലേത്തോസും. 2 തിമോത്തിയോസ് 2:18. അടുത്ത ചോദ്യം, മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരുന്നവർ ആരാണ്? ഉത്തരം ദുഷ്ടമനുഷ്യരും മായാവികളും. 2 തിമോത്തിയോസ് 3:13. അടുത്ത ചോദ്യം, ആരുടെയെല്ലാം ബുദ്ധികേടാണ് വെളിപ്പെട്ടത്? ഉത്തരം എന്നേസിൻ്റെയും എംബ്രേസിൻ്റെയും. 2 തിമോത്തിയോസ് 3:8-9 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, എഫെസോസിൽ വെച്ച് പൗലോസിന് ശുശ്രൂഷ ചെയ്തത് ആരാണ്? ഉത്തരം ഒനേസിഫോറോസ്. 2 തിമോത്തിയോസ് 1:16. അടുത്ത ചോദ്യം, സുവിശേഷത്താൽ വെളിപ്പെട്ടത് എന്തെല്ലാമാണ്? ഉത്തരം ജീവനും അക്ഷയതയും. 2 തിമോത്തിയോസ് 1:10. അടുത്ത ചോദ്യം, കേൾവിക്കാർക്ക് യാതൊരു പ്രയോജനവും ചെയ്യാത്തത് എന്താണ്? ഉത്തരം വാഗ്വാദം. 2 തിമോത്തിയോസ് 3:14. അടുത്ത ചോദ്യം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിനും സ്നേഹത്തിനും മാതൃകയാക്കേണ്ടത് എന്താണ്? ഉത്തരം പഥ്യവചനം. 2 തിമോത്തിയോസ് 1:1. അടുത്ത ചോദ്യം, തിമോത്തിയോസെ നീയും അവനെ സൂക്ഷിച്ചുകൊള്ളുക ആരെയാണ്? ഉത്തരം ചെമ്പുപണിക്കാരൻ അലക്സാണ്ടറിനെ. 2 തിമോത്തിയോസ് 4:14-15 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, എവിടെല്ലാം വെച്ചാണ് പൗലോസ് ഏറ്റവും കൂടുതൽ ഉപദ്രവവും കഷ്ടവും സഹിച്ചത്? ഉത്തരം അന്ത്യോക്യ, ഇക്കോന്യ, ലൂസ്ത്ര. 2 തിമോത്തിയോസ് 3:11. അടുത്ത ചോദ്യം, പൗലോസ് ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെയായി ഏതു നിമിത്തമാണ്? ഉത്തരം സുവിശേഷ നിമിത്തം. 2 തിമോത്തിയോസ് 2:8-9 വാക്യങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഇനിയും നടക്കുവാനുള്ളത് എന്താണ്? ഉത്തരം ന്യായവിസ്താരം. 2 തിമോത്തിയോസ് 4:1. അടുത്ത ചോദ്യം, അഭക്തരുടെ വാക്കുകൾ എങ്ങനെയുള്ളതാകുന്നു? ഉത്തരം അർബുദ വ്യാധി പോലെ. 2 തിമോത്തിയോസ് 2:17. അടുത്ത ചോദ്യം, സകല സൽപ്രവർത്തിക്കും തികഞ്ഞവനാകണം ആരാണ്? ഉത്തരം ദൈവത്തിൻ്റെ മനുഷ്യൻ. 2 തിമോത്തിയോസ് 3:16. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയത് പാസ്റ്റർ നെൽസൺ ലോറൻസ് കാരിച്ചാൽ. ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.